ഹായ് ഓൾ, വെൽക്കം ടു അഞ്ജു സ്വീറ്റ് ഹോം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന കുഞ്ഞു മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ലോങ് ബണ്ണിൽ ചെയ്ത ചിക്കൻ ടിക്ക ബർഗറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളമുള്ള 4 ബർഗറാണ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ വെജിറ്റബിൾസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, കാബേജ്, ഇത് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജിന് പകരം ലെറ്റ്യൂസ് എടുക്കാം. കൂടാതെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇത്. നമ്മൾ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ മാരിനേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരും. അപ്പോഴത്തേക്ക് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചിക്കൻ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, ഇത് 2 പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈരാണ്, പുളിപ്പുള്ളതല്ല, പുളിപ്പ് കുറവുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഇത് ഇത്രയും ചേർക്കുക. ഇതിലേക്ക് ഈ പൊടികൾ: മഞ്ഞൾപ്പൊടി 1 നുള്ള, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു വലിയൊരു ടേബിൾ സ്പൂണാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാശ്മീരി ചില്ലി പൗഡർ ആവുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതുപോലെ എടുത്ത് കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ തരും. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ടിക്ക മസാല ഇല്ലേ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എന്തായാലും അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കുന്ന എങ്ങനെയെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇത്രയേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് ചേർക്കുക. ഇത് കൂടാതെ ഒരല്പം എണ്ണ വേണം. അപ്പം ഞാൻ ഏത് എണ്ണയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഇല്ലേ, അതായത് സൺഫ്ലവർ ഓയിലൊക്കെ നമ്മൾ പപ്പടമൊക്കെ കാച്ചുമ്പോൾ ബാക്കി വരത്തില്ലേ, അത് ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ 1 ടൈം യൂസേജിന് എടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീണ്ടും പ്രീ ഹീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒന്നിലും ഉപയോഗിക്കാറില്ല. അപ്പം ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്ത് വെക്കാം. ഇത് കൂടാതെ ഞാനൊരു സാധനം വിട്ടുപോയിട്ടുണ്ട്. നമ്മളെ ക്രഷ്ഡ് ചില്ലി ഇല്ലേ, അതൊരു 1/4 ടീസ്പൂൺ, അത്രയും മതി, 1/4 ടീസ്പൂൺ മതിയാവും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസിനൊക്കെ ഈ ക്രഷ്ഡ് ചില്ലി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരും, നല്ലൊരു ടേസ്റ്റ് ആണത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതൊന്ന് മതിയാക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ ഇവിടെയും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാൽ പപ്പടം കാച്ചിയ ഓയിലാണ്. അത് ഒരു നുള്ളി ഒഴിച്ചിട്ടുള്ളൂ, വളരെ അല്പം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങളും അതുപോലെ കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് എല്ലാം അതിലേക്ക് അടുക്കി കൊടുക്കാം. എന്നിട്ട് ആദ്യം തീ കൂട്ടി വെച്ച് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് തീ കുറച്ച് വെച്ച്, അതായത് ഇത് മൊത്തത്തിൽ വെന്ത് വരാനായിട്ട് ചെറിയ പീസസ് ആയിട്ട് 15 മിനിറ്റ് അത് മതിയാവും. അതിൽ കൂടുതൽ വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്, മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 1 അവറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ 1 അവറാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾ മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ അതിൽ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ആ മസാല പിടിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒഴിച്ച ആ ഒരു അല്പം എണ്ണയുള്ളൂ, ബാക്കി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ നെയ്യും കൂടെ ചേർന്നിട്ടാണ്. അപ്പം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്കി ഫ്ലേവർ ഒക്കെ വേണമെങ്കിൽ ഒരു ബൗളിൽ കരിക്കട്ട കത്തിച്ചിട്ട് അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം ആ കരിക്കട്ട മാറ്റിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കരിക്കട്ട വെക്കുമ്പോൾ ഒരു ബൗളിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിനുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ നീളത്തിനാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനി എങ്ങനെയാണ് അസംബിൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബണ്ണെടുത്തിട്ടേ ഇതുപോലെ നടുക്കുന്നിങ്ങനെ മുറിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ടും കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ബർഗറൊക്കെ കഴിക്കില്ലേ, റൗണ്ട് ബർഗർ, അതുപോലെ ഇരിക്കും. ഇതിപ്പം ഇതിനകത്ത് ഫില്ലിങ് വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. എങ്ങനെ ചെയ്താലും അതിലെ ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. ഞാൻ ഇതിപ്പോൾ ഫുള്ള് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിലേക്ക് നമ്മൾ മയണൈസ് ആണ് ആദ്യം തേച്ച് കൊടുക്കുന്ന ഒരു ലെയറായിട്ട്. അപ്പൊ മയണൈസ് തേക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 2 ഭാഗത്ത്
തേക്കുന്നുണ്ട്. മുകളിലത്തെ ഭാഗത്തും താഴത്തെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ എല്ലാത്തിലും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോ വെജിറ്റബിൾസും ആ ചിക്കനും ഒക്കെ എങ്ങനെയാണ് അസംബിൾ ചെയ്യണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ കേബേജാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേബേജ് ഇതുപോലെ നിരത്തി ഇങ്ങനെ വെച്ചു കൊടുക്കുക, പുറത്താവാതെ. അതിൻ്റെ ഒരു സൈഡിൽ വെക്കാവേ, കാരണം മറ്റേ സൈഡ് നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരെണ്ണം വെച്ച് കാണിച്ചു തരാവേ. ക്യാബേജ് കഴിഞ്ഞ് ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണേ. അതൊരു 4-5 പീസ് വെച്ചാൽ മതിയാവും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴെങ്കിലും മക്കൾ കഴിക്കും, അല്ലാതെ നമ്മൾ ഓരോയായിട്ട് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ മടിയല്ലേ. അതിൻ്റെ മീതെയായിട്ട് നമുക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ എന്തായാലും വെക്കണേ, എങ്കിലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളേ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ച് കൊടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഒരു 3 പീസ് വെച്ചാൽ മതിയാവും. വലിയ പീസാണെങ്കിൽ ഇതിൽ മടക്കാൻ പാടായിരിക്കും, അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. ഇപ്പോൾ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചീസ് സ്ലൈസ് ഇല്ലേ, അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ചീസ് സ്ലൈസ് ആണ് വെച്ചിരിക്കുന്നത്. മൊസറല്ല ചീസ് തീർന്നു പോയപ്പോൾ മേടിച്ചില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് സാൻഡ്വിച്ച് സ്പ്രെഡ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡെൽമോണ്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അതധികം വിലയൊന്നുമുള്ള സാധനമല്ല. പിന്നെ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ, സാൻഡ്വിച്ച് സ്പ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയണൈസിൽ തന്നെ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തെടുത്താലും ഏതാണ്ട് ഇതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള ഈ സാൻഡ്വിച്ച് സ്പ്രെഡ് ഇതുപോലെ നമുക്കതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബാക്കി 3 എണ്ണവും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാവേ. നമ്മളിനി ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ അല്പം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം മതി കേട്ടോ, കാരണം നമ്മൾ തിരിച്ചൊന്നും ഇടുന്നില്ല. ഒരു സൈഡ് മാത്രം ഒന്ന് വെച്ച് ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വെറും 2 മിനിറ്റത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ ബർഗർ ബൺസ് വീതം ഇതിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ 4 എണ്ണം ഉണ്ടാക്കുന്നത് 4 എണ്ണവും അറ്റ് എ ടൈം ഒരു സമയം തന്നെയാണ് അതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കുന്നത്. 4 വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു മൂടി വെച്ച് കൊടുക്കാം. ഇനി കറക്റ്റ് ഒരു 2 മിനിറ്റ് അത് മതി. എന്നിട്ട് നമുക്ക് മൂടി മാറ്റി ഇത് പുറത്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇത് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്താണ് കൊടുത്തു വിടുന്നത്. ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്തു വിടുമ്പോഴുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാത്രത്തിനുള്ളിൽ വെച്ച് കൊടുത്തു വിടുമ്പോൾ ഇവരിങ്ങനെ കുലുങ്ങിയിട്ട് ഇതിനകത്തുള്ളതൊന്നും പുറത്തോട്ട് സ്പില്ല് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ മാത്രമല്ല, അവർക്ക് കഴിക്കുമ്പോഴും തറയിൽ കളയാതെ ഡ്രസ്സിലൊന്നും ആവാതെ കഴിക്കാനും ഇങ്ങനെ ചെയ്യുമ്പോൾ ഹെൽപ്ഫുള്ളാണ്. ഞാനിത് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്താണ് അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.